ഏവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇക്രു മോൾ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിലെ പുതിയൊരു അവതാരമാണ്. പ്രേക്ഷകരുടെ വിധിപ്രകാരം അനീഷിന് കിട്ടിയ റോളാണ് ഒരു കുട്ടിയായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അപ്പൊ ആ റോൾ അഭിനയിക്കുമ്പം അക്ബറിന് എപ്പോഴും ഇവര് തമ്മിൽ അങ്ങ് കുരുപ്പാണല്ലോ. അക്ബർ ആദിലേക്കൊക്കെ ഈ അനീഷിന്റെ വിഷയത്തിൽ ഭയങ്കര കുരുപ്പാണ്. അപ്പൊ അക്ബർ മോളെന്ന് വിളിക്കുന്നു. ഇക്രു എന്ന് പറഞ്ഞ ആണാണെങ്കിലും മെയിലാണെങ്കിലും ഫീമെയിലാക്കി മോളെ എന്ന് വിളിക്കുന്നു. അപ്പം അനീഷ് സൈ കെട്ടിട്ട് നാക്കൊക്കെ കാണിച്ച് ചങ്ങൂട്ടാൻ പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഈ ബിഗ് ബോസ് ഹൗസിൽ ടാസ്ക് കൊടുത്താൽ മര്യാദക്ക് ആരെയും ചെയ്യിക്കത്തില്ല, അല്ലെ ചെയ്യത്തില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആദില ഈ അനീഷിനെതിരെ തിരിയാണ്. അനീഷിനെതിരെ തിരിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടു മൂന്ന് സംഭവങ്ങളുണ്ട്. അനീഷിന്റെ സീറ്റിൽ വന്ന് 2 ആഴ്ച മുമ്പ് ഇരുന്നിടം മുതല് ഇവര് തമ്മിലൊരു മാനസികമായ പൊരുത്തക്കേടുണ്ട്. ആദില അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ്ട് ബെഡ് വലിച്ചെറിയുന്ന, അതുപോലെ ജോലി ചെയ്യാൻ പറയുമ്പോ പാത്രം കൂടെ അല്ല വലിച്ചെറിയുന്ന, അനീഷിന്റെ മുഖത്ത് ഈ അഴുകിയ വെള്ളം എല്ലാം കൂടെ വീഴുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സീൻ മനഃപൂർവ്വം സൃഷ്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഷാനവാസും അനീഷും തമ്മിൽ തെറ്റി. അനീഷ് ചതിച്ചു ഷാനവാസിനെ. ഇത് ഷാനവാസ് ഇതിനകത്ത് കാണിക്കുന്ന ഈ അഭിനയം തന്നെയാണ്. പുള്ളി സീരിയൽ നടനാണ്, നല്ലൊരു ആക്ടറാണ്. അതേ അഭിനയമൊക്കെ തന്നെയാണ് ഇവിടെ ഇതിലും കാണിക്കുന്നത്. പക്ഷെ അനീഷിനെ വീഴ്ത്താൻ അത്ര പെട്ടെന്ന് ആർക്കും പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അനീഷിന്റെ ഒരു കോയിൻ ആദില അടിച്ചു മാറ്റി. ആ കോയിന് എന്തിന് സൂക്ഷിക്കാനെന്ന നിലയിൽ അത് ഷാനവാസ് വാങ്ങിച്ചു വെച്ചെന്നാ പറയുന്നത്. സൂക്ഷിക്കാൻ വെക്കുകയാണെങ്കിൽ ഇന്നലെ ആ ഒരു കോയിൻ നഷ്ടപ്പെടുന്നു, വിലയേറിയ ഒരു കോയിനാണ്. അപ്പൊ ആ ഒരു കോയിൻ നഷ്ടപ്പെടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ സങ്കടത്തിലാക്കിയിട്ട് ഇന്നലെ വൈകിട്ടെങ്കിലും പറഞ്ഞു. ഇന്ന് രാവിലെയാണ് കിച്ചണിൽ വെച്ച് പറയുകയാണ്, ആ കോയിൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. നീ ചതിയനാണ്, നിന്നെ ഒരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പം പുള്ളി ആദ്യം മുതൽ പറയുന്നതാണ്, പെട്ടെന്ന് തെരഞ്ഞെടുക്കരുത്, ചെക്ക് ചെയ്യണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുള്ള. ഇത് തന്നെ അവിടെ നടക്കുന്നു. അപ്പൊ ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ശരി, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചതിയൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു, നിന്റെ കോയിൻ ഞാൻ തന്നേക്കാം, നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കേണ്ടെന്ന് പറയാം. പക്ഷെ ഇവര് തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ആണ്. ഈ ഇണങ്ങും പിണങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് നല്ലൊരു ബോണ്ടിങ് ആണ് അതിനകത്ത്. അത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന ഒത്തിരി പരിപാടികൾ ആദിലയുടെ ആയാലും ശരി, ഷാനവാസ് ഇപ്പൊ ഈ പറഞ്ഞത് നേരെ അല്ലെങ്കിൽ അല്ലാതിരിക്കട്ടെ, അവർ തമ്മിൽ സ്നേഹത്തോടെ പോട്ടെ. ഇന്നലെ കാണിച്ച പണി, ജിഷിൻ കാണിച്ച പണി എന്താണ്? ജിഷിന് ഒരു ടാസ്കിനകത്തില് ഈ ഓടിക്കേറി നിൽക്കുന്ന, കളത്തിൽ കയറി നിൽക്കുമ്പം അനീഷ് നിൽക്കുന്നതിനെ ഇടിച്ചു മാറ്റി തെള്ളിയിടുന്നൊരു സീനാണ് ഉണ്ടായത്. അനീഷ് അവിടെ ഒറ്റയാനായിട്ട് അവിടെ ഇരുന്ന് മാസായി അനീഷ് ഇന്നലെ. അപ്പം ജിഷിൻ അവസാനം പിന്മാറേണ്ട ഒരു ഗതിയോട് വന്നു. അപ്പൊ ആ ടാസ്കിലൊക്കെ ഇന്നലെ അനീഷിനൊന്നും വലിയ നേട്ടം. ഇന്നലെ ആര്യൻ നല്ലപോലെ കളിച്ചെന്ന് വേണം. ആര്യൻ ഇച്ചിരി അവന്റെ കാര്യങ്ങളൊക്കെ അന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വേറൊരു തീറ്റിപ്പണ്ടാരമുണ്ട്, എന്തോരാണോ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ് നടക്കുന്നു. പഞ്ചാര ഉണ്ടെങ്കിൽ അത് ചാക്കോടെ അടിച്ചു മാറ്റും. നെവിൻ പുള്ളിയെ എന്തോ ഈ രണ്ടാമത് ഇച്ചിരി ആക്റ്റീവ് ആകും, ഇടയ്ക്ക് ഡൗൺ ആകും. അതുപോലെ സാബുമാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാ തുറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലരൊക്കെ എങ്ങോട്ടൊക്കെ, ഒനിയിലും മറ്റവരും ഒക്കെ എങ്ങോട്ടൊക്കെയോ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. അക്ബറും ഒക്കെ. ആദില അക്ബറിന്റെ ആയിട്ടുള്ള ഇതുണ്ട്. ഈ അനുമോള് എപ്പോഴും വായാടിയായിട്ട് നിൽക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതിപ്പോ അനുമോളൊക്കെ ഇച്ചിരി ഡൗൺ ആയി. ആദില ഏറ്റെടുത്തേക്കുവാണ്. അനീഷിനെയാണ് ആയുധമാക്കുന്നത്. അനീഷ് ഇത് കണ്ടന്റ് ഉണ്ടാക്കാനാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം, തന്ത്രമായിരിക്കാം. പക്ഷെ എന്തായാലും ശരി, ഈ പേഴ്സണലി ഉള്ളൊരു ഹേർട്ടിങ് അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ഇന്നിപ്പോ സംഭവിച്ചേക്കുന്നു അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇക്രു മോളായി നമ്മുടെ അനീഷ്. ഇക്രു എന്ന് പറഞ്ഞ നല്ലപോലെ അവതരിപ്പിച്ചു ആ കഥാപാത്രത്തെ. പക്ഷെ ഇക്രു മോളായിപ്പോയി. അപ്പൊ അതിന് അക്ബറിനെ ചവിട്ടാൻ വരെ തയ്യാറായി നിൽക്കുന്ന അനീഷ് ആദിലയുടെ കുതന്ത്രങ്ങൾ ഓരോന്നും
ഈ കോയിൻ എടുത്ത് മാറ്റി ഈ ബിഗ് ബോസ് ഒന്നും മിണ്ടത്തില്ല. ഇത് അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ വരികയാണെങ്കിൽ അത് ഇരിക്കും. കാര്യം ഇതൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇവര് തിന്നും കുടിച്ചും അവിടെ കിടന്നുറങ്ങുവാണെങ്കിൽ ബിഗ് ബോസിന് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ബിഗ് ബോസും അല്ലെങ്കിൽ അന്നേരം കോയിൻ കൊടുക്കാൻ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടുത്ത കോയിൻ ആരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തിരികെ അനീഷിന് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷെ പറയത്തില്ല ബിഗ് ബോസ്. അതൊക്കെ തന്നെ കാര്യങ്ങൾ. കാര്യം ഇതൊരു ഗെയിമാണല്ലോ. അപ്പൊ അതിന്റെ ഇങ്ങനെ അടിച്ച് കളിക്കട്ടെ എന്നുള്ളതാണ്. ഈ ഗെയിമിനൊക്കെ കൂടുതൽ ഏത് ഗെയിം വന്നാലും ബിഗ് ബോസ് തന്നെ പറയുന്നു. ബിഗ് ബോസ് തന്നെ ഇന്നലെ ഗെയിമൊക്കെ മാറ്റി. ഒരു ഗെയിം കൊടുത്തിട്ട് അത് ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഗെയിം മാറ്റുക. കാര്യം ഗെയിമിന് അവിടെ പ്രസക്തി ഇല്ല. അവിടെ ആർക്ക് കോയിൻ കിട്ടാതിരിക്കാവോ, ആരെ എങ്ങനെ നശിപ്പിക്കാവോ പരസ്പരം അവരവര് കളിക്കുക എന്നുള്ള പോളിസി ഈ സീസണിലില്ല. അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റു സീസണിലുണ്ടോന്ന് വെച്ചാൽ അത് ഇതിനൊക്കെ ഇച്ചിരൂടെ ബെറ്റർ ആയിരുന്നു, സീസൺ 6 ഒക്കെ. പക്ഷെ ഇതിന് അത്ര ഒരു ക്വാളിറ്റി ഈ വന്ന വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോൾ ലക്ഷ്മിയൊക്കെ എങ്ങും തൊടാതൊക്കെ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ വഴക്കിട്ടാണ് ഹൈലൈറ്റ് ആകുന്നത്. പൊതുജനത്തിനിടയില് അങ്ങനെ ആകുന്നു. പക്ഷെ അനീഷിന് ഇതെല്ലാം ഗുണമായിട്ടേ വരത്തുള്ളൂ. അനീഷ് ഇപ്പം വോട്ടിങ്ങില് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 2ാം സ്ഥാനത്ത് ഷാനവാസാണ്. അനുമോളായിരുന്നു, അതിപ്പം 3ാമതോ 4ാമതോ ഒക്കെ ആയിട്ട് മാറി മറിഞ്ഞ് വരികയാണ്. വോട്ടിങ്ങിൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ മാറും. ഇനിയിപ്പം അടുത്ത ദിവസം ലാലേട്ടൻ വരും. എന്തൊക്കെയാണ് ഇനി ഈ ആഴ്ച പഴയ മാതിരിയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. വലിയ ടാസ്കുകളുണ്ടോ എന്ന് വെച്ചാൽ വലിയ ടാസ്ക് ഇല്ല. ബോട്ടിൽ ഫാക്ടറികൾ ഓരോന്ന് അടിച്ചുടച്ച കാഴ്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.